നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയണേ. വ്യാഴമാറ്റം എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരം എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ ഒരേ നിശ്ചിത സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഗ്രഹങ്ങളുടെ പ്രകാശങ്ങൾ പതിക്കുന്നതിന് വ്യത്യാസം വരും. അതിൽ ഓരോ ഗ്രഹങ്ങൾ അവരുടെ ചക്രം പൂർത്തീകരിച്ച് വരാൻ വേണ്ടി ഓരോ പീരീഡ് എടുക്കും. വ്യാഴം സഞ്ചരിച്ചെത്താൻ വേണ്ടി 12 വർഷം എടുക്കും. അതിനെ വ്യാഴവട്ടം എന്ന് പറയും. ഇപ്പോൾ വ്യാഴം മാറാൻ പോവുകയാണ്. ആ വ്യാഴം മാറുന്ന എവിടെയാണ്? ഉച്ചരാശിയിലേക്ക് മാറി വരികയാണ്. ഉച്ചത്തിലേക്ക് വ്യാഴം വരെയാണ്. ഉച്ചരാശിയിൽ വ്യാഴം ഉന്നതിയെ പ്രദാനം ചെയ്തു തരും, ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ആ ഐശ്വര്യം വ്യാഴത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ എടുക്കണം, വാങ്ങണം. വ്യാഴത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളിലേക്ക് ആക്കണം. അപ്പോൾ ഓരോ രാശിക്കാർക്കും ആ വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടക രാശി നിൽക്കുന്ന വ്യാഴം ജൂൺ മാസം 2-ാം തീയതി, ഇപ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ മാസം 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വരും. കർക്കിടകമാണ് ഉച്ചരാശി. 12 രാശിയിൽ ഒരു രാശിയേ ഉള്ളൂ ഉച്ചത്തിൽ. 12 വർഷത്തിൽ ഒരു വർഷം മാത്രമേ ഉച്ചത്തിൽ വരുള്ളൂ. ഇപ്പോൾ അങ്ങ് പാസ് ചെയ്ത് പോയാൽ അടുത്ത 12 വർഷം എടുക്കും ഉച്ചത്തിൽ വ്യാഴനെ കിട്ടാൻ. അപ്പോൾ വ്യാഴം ഉച്ചത്തിലേക്ക് വരികയാണ്. 2027 ജൂൺ മാസം 25-ാം തീയതി വരെ ഉച്ചത്തിൽ നിൽക്കും. ഇതിനിടയ്ക്ക് വക്രഗതിയൊക്കെ വരുമെങ്കിലും, കുറച്ച് ദിവസം മാറിയൊക്കെ നിൽക്കുമെങ്കിലും അതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. അപ്പോൾ ഉയർച്ചയെ പ്രദാനം ചെയ്യുന്ന സമയമുണ്ട്. ഓരോ രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മകരം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മകരം രാശിയിൽ ജനിച്ചവരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്കും ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും ചേർന്ന മകരം രാശിക്കാർക്ക് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരികയാണ്. പൂർണ്ണ ദൃഷ്ടിയോടുകൂടി വ്യാഴം വരികയാണ്. ചെറിയ ദൃഷ്ടിയല്ല, പൂർണ്ണ ദൃഷ്ടിയോടുകൂടി വരികയാണ്. അതായത് വ്യാഴഭഗവാന്റെ പൂർണ്ണ പ്രകാശം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചോദിച്ചാലും നമ്മൾ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നമുക്ക് നേർക്ക് നേർ നിൽക്കുന്ന സമയമാണ്. ഒരു വർഷക്കാലം ഉണ്ട്. ഇപ്പം നമുക്ക് വ്യാഴം മറഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ പീരീഡ് ഒട്ടും കൊള്ളാത്ത സമയമായിരുന്നു. 6-ലേക്ക് മറഞ്ഞു നിന്ന വ്യാഴം ഇതാ 7-ലേക്ക് വന്നു. എല്ലാം ചോദിക്കുന്ന കിട്ടും. ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവും. സന്തോഷത്തിന് വഴിതെളിക്കും. അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹം നടത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, പാരൻസ് മക്കളുടെ കല്യാണമൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. അതുപോലെയുള്ള വീട് വെക്കാനോ മറ്റ് ഐശ്വര്യഫലങ്ങൾക്കോ വാഹനം വാങ്ങാനോ മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കോ ഒക്കെ കൊള്ളാവുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമുക്ക് നല്ല സമയം ഞാൻ പറഞ്ഞു എപ്പോഴും കിട്ടത്തില്ല. ഇനി 12 വർഷം വെയിറ്റ് ചെയ്യണം ഇനി ഇതുപോലെ ഒരു നല്ല സമയം വരണമെങ്കിൽ. ഈ ചാനൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ലൈവ്. പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ലൈവ് അറിഞ്ഞാൽ തന്നെ അതിൽ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആ ചെയ്യുന്ന സമയം മുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. കാരണം നമുക്കിതാ നല്ല വ്യാഴഭഗവാന്റെ മാറ്റം വന്നു. നമുക്ക് നല്ലത് അനുഭവം. എല്ലാവരും നന്നാവുമ്പോൾ നമ്മൾ നന്നാവും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക.
അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും, ഈ രാശിക്കാർക്ക് നല്ലതാണ് വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട പൂർണ്ണ ഫലം, തടസ്സമെല്ലാം മാറി ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.